സംസ്ഥാന സർക്കാരിന്റെ പട്ടയമേള പ്രഹസനമാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം.ജെ. ജേക്കബ്. CHR-ലും പത്തിച്ചെയിൻ മേഖലയിലും പട്ടയം നൽകാൻ യാതൊരു നടപടിയുമില്ല. പട്ടയമേള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു. വനം വകുപ്പ് ഈ CHR ലാൻഡ് അത് വനഭൂമിയാണെന്ന് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തു. അവിടെ പട്ടയം കൊടുക്കണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. 10 ചെയിൻ സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്താ 10 ചെയിൻ സ്ഥലവുമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വൈദ്യുതി ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പദ്ധതികളും തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഗവൺമെന്റ് അത് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ത് ചെയ്യണം? 10 ചെയിൻ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമിക്ക് പട്ടയം കൊടുക്കണം. അങ്ങനെ പട്ടയം കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ സ്ഥലത്തിന് ന്യായമായിട്ടുള്ള വില കൊടുത്ത് ഗവൺമെന്റ് അക്വിസിഷൻ നടത്തണം. ഈ 2 കാര്യങ്ങളും ചെയ്യാതെ എന്തുകൊണ്ടാണ് 10 ചെയിൻ പ്രദേശത്ത് പട്ടയം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് പറയണ്ടേ? ഇവിടെ വനഭൂമി വർഷങ്ങളായിട്ട് അവിടെ കുടിയേറിയിട്ടുള്ള ജനങ്ങൾ അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമിക്ക് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കെട്ടിട നമ്പറുള്ള സ്ഥലം, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കണക്ഷനുള്ള സ്ഥലം, അവർക്ക് വർഷങ്ങളായിട്ട് വോട്ടേഴ്സ് പേരുള്ള പ്രദേശം, ആ പ്രദേശങ്ങളെല്ലാം നോട്ടിഫൈഡ് വനമാക്കി മാറ്റുന്നതിനുള്ള കാരണം എന്താ? നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രദേശങ്ങളിൽ ഉള്ള സങ്കീർണത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനാണ് സാധിച്ചത്.